ദൈവസഭയ്ക്കകത്ത് എന്തുണ്ടാകണം? ക്രമമുണ്ടാകണം. കുടുംബജീവിതത്തിൽ എന്തുണ്ടാകണം? ക്രമമുണ്ടാകണം. ശുശ്രൂഷയിൽ എന്തുണ്ടാകണം? ഹിസ്കിയാവിനോട് ദൈവം പറഞ്ഞത് നിന്റെ കുടുംബജീവിതത്തെ, നിന്റെ കുടുംബത്തെ നീ ക്രമത്തിലാക്കണമെന്നാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് സഭയോട് പറഞ്ഞത് സഭയ്ക്കകത്ത് ദൈവിക ക്രമം ഉണ്ടാകണമെന്നാണ്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അത് പ്രവചനപരമാണെങ്കിലും രോഗശാന്തിയാണെങ്കിലും സകലതും ശാന്തവും ഉചിതവും ക്രമവുമായി നടക്കണം. അപ്പൊ ശുശ്രൂഷയിലും കുടുംബജീവിതത്തിലും നമ്മുടെ സഭയിലും എല്ലാത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവിക ക്രമമുണ്ടാകണം. ഈ ക്രമം തെറ്റുമ്പോഴാണ് അതിക്രമം ഉണ്ടാകുന്നത്. അതിക്രമങ്ങളാണ് ആക്രമണങ്ങളായി മാറുന്നത്. ഈ ഭൂമിയിലൂടെ ഓടിപ്പോകുന്നതിൽ ഏറ്റവും വലിയ വാഹനം ഏതാണ്? ട്രെയിനാണ്. ട്രെയിനകത്ത് പോകുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. എന്താ ട്രെയിനകത്ത് പോകുമ്പോൾ ആ സ്മൂത്ത്നെസ് ഉള്ളതിൻ്റെ കാരണം ട്രെയിൻ ട്രാക്കിലാണ്. ഈ ട്രാക്കിനകത്തൂടെ കൃത്യമായി പോയാൽ ടെൻഷൻ ഇല്ല. നിങ്ങൾ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ട്രെയിൻ കൃത്യമായി ട്രാക്കിലൂടെ പോകുമ്പോൾ സിഗ്നൽ മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ നോക്കി വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായി ട്രാക്കിലൂടെ പോവുകയാണ്. ഈ കൃത്യമായി ട്രാക്കിലൂടെ പോകുന്ന ഈ സാധനം കൃത്യമായി ട്രാക്കിലൂടെ തന്നെ പോകണം. അതിനകത്ത് വിള്ളലുകളോ വിടവുകളോ തടസ്സങ്ങളോ വരുത്താൻ പാടില്ല. വന്നിവ മറിഞ്ഞാൽ മറ്റു വണ്ടികൾ മറിയുന്ന പോലെയല്ല. അപ്പോൾ കൃത്യമായി ട്രാക്കിലൂടെ പോയാൽ അതിനകത്ത് നമുക്കുണ്ടാകുന്ന ഒരു കംഫർട്ടബിലിറ്റി ഉണ്ട്. നിങ്ങളൊരു കതക് നോക്കുമ്പോൾ 3 or 4 വിജാവരിയിലാണ് ഈ കതക് നിൽക്കുന്നത്. ഇതിനകത്ത് ഈ ജനലോ കതകോ അല്പം കിളന്നാൽ അല്ലെങ്കിൽ ആ വിജാവരി അല്പം ഇളകിയാൽ ഇത് സ്മൂത്തായിട്ട് അടയത്തില്ല. കാരണം അതിൻ്റെ ആ ക്രമം തെറ്റിയാൽ ഇത് പിന്നെ സ്മൂത്തായിട്ട് അടയത്തില്ല. എന്നാൽ കൃത്യമായ ഓർഡറിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ കതകടയ്ക്കുന്നേ ആരും അറിയില്ല, കതക് തുറക്കുന്നേ ആരും അറിയില്ല. പല സഭകളിലും പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം, അത് നാട്ടുകാരറിയുന്നതിൻ്റെ കാരണം, അത് ലോകമനുഷ്യൻ എടുക്കുന്നതിൻ്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. എവിടേക്കോ ക്രമങ്ങൾ തെറ്റിയിരിക്കുകയാണ്, ആ ഓർഡർ തെറ്റിയിരിക്കുകയാണ്, ആ ബന്ധങ്ങൾക്കകത്ത് എവിടെയോ ഓർഡറുകൾ തെറ്റിയിരിക്കുകയാണ്. ഇത് നഷ്ടപ്പെടുത്താതെ അതിനെ ദൈവികമായ ക്രമത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം.